നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം, ചർച്ചാ വിഷയം അഥവാ ടോപ്പിക് എന്ന് പറയുന്നത് എനിമീസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. എനിമീസ് ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ എനിമി നമ്പർ 1 ബ്രാഹ്മണിസം അഥവാ ചാതുർവർണ്ണ്യം എന്നുള്ളതാണ്. എനിമി നമ്പർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദാന്ത അഥവാ സൊറാസ്ട്രിയനിസം എന്നുള്ളതാണ്. ഈ രണ്ട് പാരമ്പര്യവും, ഒന്ന് ബ്രാഹ്മണിക് പാരമ്പര്യവും മറ്റു സൊറാസ്ട്രിയൻ പാരമ്പര്യവും, രണ്ടും വൈദേശികമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിൽ കടന്നു കയറിയ ഇന്ത്യയെ നശിപ്പിച്ച രണ്ട് പാരമ്പര്യങ്ങളാണ്. ഇത് ഇന്ത്യയെ 3000 വർഷങ്ങളായിട്ട് സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടും അതുപോലെ സാമൂഹ്യപരമായിട്ടും ഇന്ത്യൻ ജനതയെ നശിപ്പിച്ച് ഇന്ത്യൻ ജനതയുടെ ബാക്ക് ബോണിനെ നശിപ്പിച്ച രണ്ട് വൈദേശികമായ സാംസ്കാരിക പാരമ്പര്യമാണ് ഈ പറയുന്ന ബ്രാഹ്മണിസവും സൊറാസ്ട്രിയനിസവും. ഇതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇനിയുള്ള ചർച്ചയിൽ വരുന്നത്. ഇതിൽ എങ്ങനെയാണ് ബ്രാഹ്മണിക് ട്രഡീഷൻ ഇന്ത്യയിൽ 3000 വർഷങ്ങളായിട്ട് വളർന്ന് പന്തലിച്ചു പോകുന്നതെന്നും പിന്നീട് എങ്ങനെയാണ് ലേറ്റർ പീരീഡിൽ സൊറാസ്ട്രിയനിസം ഇന്ത്യയിൽ വേദാന്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടും സെൻട്രൽ ഏഷ്യയായിട്ട് ബന്ധപ്പെട്ടും ആര്യന്മാരുടെ കാലഘട്ടം നമുക്ക് രണ്ടായിട്ട് കാണാവുന്നതാണ്. ഒന്ന് ഏർലി പീരീഡ് ആര്യൻസും ലേറ്റർ പീരീഡ് ആര്യൻസും. ഏർലി പീരീഡ് ആര്യൻസ് ഏകദേശം BC 1500-2000 ഇടയ്ക്ക് മോസസിന്റെ ആളുകളുമായിട്ടുണ്ടായിരുന്ന ക്ലാഷിന്റെ ഫലമായിട്ട് ആര്യന്മാർ ചിഹ്നിച്ചിടുകയും ഈ മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ അഥവാ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് അതിൽ കുറേ പേര് പലയിടത്തും ചിഹ്നിച്ചിതറിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തതായിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന ആര്യന്മാര് പ്രീസ്റ്റുകളായിട്ടുള്ള ആര്യന്മാരാണ് വന്നിരുന്നത്. അതായത് അവർ ഗൃഹസ്ഥന്മാരോ സാധാരണക്കാരുടെ കൂട്ടങ്ങളോ അല്ല, നേരെ മറിച്ച് പ്രീസ്റ്റുകളായിട്ടുള്ള ആര്യന്മാരാണ്. അവർ വിഭാര്യന്മാരായിരുന്നു, പ്രീസ്റ്റുകളായിരുന്നു. അങ്ങനെയുള്ളവരാണ് ഇന്ത്യയിലേക്ക് കടന്നു കയറിയതെന്നുള്ളതാണ് നമുക്ക് ചരിത്രത്ത് കാണാൻ പറ്റും. ഈ പ്രീസ്റ്റുകളായിട്ട് വന്നിരുന്ന, ഈ വിഭാര്യന്മാരായിട്ട് വന്നിരുന്ന ഇന്ത്യയിലേക്ക് കടന്നു കയറിയ ആര്യന്മാരാണ് പിൽക്കാലങ്ങളിൽ ദേവന്മാരായിട്ടും ബ്രാഹ്മണരുമായിട്ടും ബ്രാഹ്മണിക് പാരമ്പര്യം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലുടനീളം 3000 വർഷത്തോളം ചാതുർവർണ്ണ്യം പ്രാക്ടീസ് ചെയ്യും, ബ്രാഹ്മണിസം പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഇന്ത്യൻ സൊസൈറ്റിയുടെ സോഷ്യൽ ഫാബ്രിക്സിനെ കംപ്ലീറ്റ് നശിപ്പിച്ചുകൊണ്ട്, ഇന്ത്യയുടെ സംസ്കാരത്തെയും അതിൻ്റെ ബാക്ക് ബോണിനെയും നശിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സൊസൈറ്റിയുടെ എനർജിയെ, അതിൻ്റെ വീര്യത്തെയും നശിപ്പിച്ചു. അങ്ങനെ ഏർലി പീരീഡ് വന്ന ആര്യന്മാരും ലേറ്റർ പീരീഡിൽ വന്ന സൊറാസ്ട്രിയന്മാർ എന്ന് പറയുന്ന ആര്യന്മാരും ഇന്ത്യയിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും പ്രീസ്റ്റുകളുടെ ഗ്രൂപ്പായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നിരുന്നത്. അവർ പ്രധാനമായിട്ടും വിഭാര്യന്മാരായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രീസ്റ്റുകളെയാണ് പ്രധാനമായിട്ടും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ജൂതന്മാരും അറബികളും ക്ലാഷിന്റെ ഫലമായിട്ട് തല്ലി ഒഴിച്ചത്. അവരോരോ വിഭാഗം ഇന്ത്യയിലേക്ക് വരികയും അവർ പിൽക്കാലങ്ങളിൽ ബ്രാഹ്മണിസവും അതുപോലെ സൊറാസ്ട്രിയന്മാർ ഇവിടെ വേദാന്തവും പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന ബ്രാഹ്മണ പാരമ്പര്യത്തിൽപ്പെട്ട ബ്രാഹ്മണരും സൊറാസ്ട്രിയൻ പാരമ്പര്യപ്പെട്ട വേദാന്തികളെല്ലാം മിക്സ് ചെയ്ത് പിൽക്കാലങ്ങളിൽ പൊതുവെ എല്ലാവരും ബ്രാഹ്മണർ എന്നറിയപ്പെടാൻ കാരണമായിത്തീരും, അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് അറിയപ്പെടാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിലുടനീളം അങ്ങനെ ബ്രാഹ്മണർ എന്ന് പൊതുവായിട്ട് അറിയപ്പെടുകയും ചെയ്തു. ഇതിൽ കുറെ ബ്രാഹ്മണർ അവരുടെ തൊഴിലായിട്ട് യജ്ഞങ്ങളിൽ യാഗങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുകയും മറ്റു ചില ആളുകൾ വേദാന്ത ദർശനം പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുകയും ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും സാമൂഹ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കുടുംബ പാരമ്പര്യത്തിൽ വലിയ താല്പര്യമുള്ളവരായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കുടുംബ പാരമ്പര്യം വിട്ട് ഉള്ള ബന്ധങ്ങളും ജീവിതങ്ങളും അതുപോലെ സെക്സ് റിലേഷൻസും നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞ വൈഡായിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വ്യഭിചാരം ശീലിച്ചു വന്ന ആളുകളാണ് ഈ പറയുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അതുപോലെ ബാർബേറിയസത്തിൻ്റെയും അൺസിവിലൈസ്ഡ് പ്രാക്ടീസിൻ്റെയും എലമെന്റുകൾ ശക്തമായിട്ട് ഇവരുടെ പ്രാക്ടീസിൽ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ബി സിയിലും അല്ലെങ്കിൽ AD-യിലും സെൻട്രൽ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ജൂതന്മാരും പിൽക്കാലങ്ങളിൽ അറബികളും ഇവരെ അവിടുന്ന് പ്രശ്നങ്ങളുണ്ടാക്കി തല്ലി ഒടിച്ച് എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളും സാമൂഹിക ജീവിതവുമാണ് ഇവരെ നയിച്ചത്. ഇതിൽ ബ്രാഹ്മണ പാരമ്പര്യം ഇന്ത്യയിൽ 3000 വർഷമായി വളരെ ശക്തമായ രീതിയിൽ ചാതുർവർണ്ണ്യം അഥവാ ബ്രാഹ്മണിസം പ്രാക്ടീസ് ചെയ്യും. മോഡേൺ കൺസെപ്റ്റ് അഥവാ ടെർമിനോളജി ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ രീതിയിൽ ജാതി വ്യവസ്ഥ പ്രാക്ടീസ് ചെയ്ത് ഇന്ത്യയെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളയുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക്. ഇതിൽ വേദാന്ത പാരമ്പര്യം എന്ന് പറയുന്ന സൊറാസ്ട്രിയനിസം
ഇന്ത്യയിൽ 500, 600, 700 കാലത്ത് വരികയും അത് പിന്നീട് 1500 വർഷക്കാലത്തോളം അത് ഇന്ത്യയുടെ ദർശനമാണെന്ന് പ്രിറ്റൻഡ് ചെയ്യുകയും അഭിനയിക്കുകയും അത് ഡിക്രൈ ചെയ്യുകയും അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം അത് പ്രചരിപ്പിക്കുകയും അത് പടർന്നു പിടിക്കുകയും അങ്ങനെ അത് രണ്ട് രീതിയിലുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഒന്ന്, ബ്രാഹ്മണ പാരമ്പര്യത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയും മറ്റൊന്ന് ഇന്ത്യയുടെ ജനങ്ങളുടെ എംപിരിക്കൽ കോൺഷ്യസിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ കോൺഷ്യസിനെ അവൻ്റെ പ്രാക്ടിക്കൽ റീസണെ നശിപ്പിച്ചുകൊണ്ട് അവൻ്റെ ലൈഫിനകത്തുള്ള ലൈഫിൻ്റെ ബോധത്തെയും എനർജിയെയും നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്ന ബ്രാഹ്മണരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയും ബ്രാഹ്മണരായിട്ടുള്ള ചാതുർവർണ്ണത്തിൻ്റെയും ബ്രാഹ്മണിസത്തിൻ്റെയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ബ്രാഹ്മണർക്ക് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അത് നിലനിന്ന് പോരുകയും മറ്റൊന്ന് ഇവിടുത്തെ ജനങ്ങളുടേതായിട്ടുള്ള ദർശനങ്ങളെ, പ്രത്യേകിച്ച് ബുദ്ധമതം പോലുള്ള ദർശനങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ബ്രാഹ്മണരെയും ബ്രാഹ്മണ പാരമ്പര്യത്തെയും ചാതുർവർണ്ണത്തെയും നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഇന്ത്യയുടെ ഒറിജിനൽ ദർശനങ്ങളായിരിക്കുന്ന ജൈനമതത്തെയും ബുദ്ധമതത്തെയും ഇന്ത്യയിൽ ഇല്ലാതാക്കണം. അങ്ങനെ ജൈനമതത്തെയും ബുദ്ധമതത്തെയും ഇന്ത്യയിൽ ഇല്ലാതാക്കി. അതിന് കാരണം ജൈനമതവും ബുദ്ധമതവും ചാർവാക മതവും ഇന്ത്യയുടെ ഒറിജിനൽ റിലീജിയനാണ്, ഒറിജിനൽ ദർശനമാണ്, ഒറിജിനൽ ഫിലോസഫിയാണ്. അത് ജനങ്ങളുടെ മതമാണ്, ജനങ്ങളുടെ ദർശനമാണ്, അത് ജനങ്ങളുടെ വേ ഓഫ് ലൈഫാണ്. ജനങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ അവകാശങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ എൻലൈറ്റ്മെൻറ്റ്സ്, അവരുടെ ധർമ്മസങ്കല്പം, അവരുടെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ദർശനം, ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് ബൗദ്ധ ദർശനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൗദ്ധ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട ദർശനം. അത് ജനങ്ങളുടെ ദർശനമാണ്. ഈ ജനങ്ങളുടെ ദർശനം ഇല്ലാതാക്കി ജനങ്ങളെ ആ ദർശനത്തിൻ്റെ പാതയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇവിടെ ഇന്ത്യയിൽ ബ്രാഹ്മണ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായിട്ട് വേദാന്തികൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഒറിജിനലായിട്ടുള്ള ദർശനത്തെ ബുദ്ധമതവും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ നാടിൻ്റെ ദർശനങ്ങളെയും സയൻസിനെയും പൊളിറ്റിക്സിനെയും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റി ബ്രാഹ്മണ പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും ബ്രാഹ്മണർക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് വേദാന്തം ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും പടർന്നു വന്നിരിക്കുന്നത്. അതിനായിട്ട് ബുദ്ധമതത്തെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് തിയറട്ടിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ഔട്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ബ്രാഹ്മണിക് പാരമ്പര്യം ക്രിയേറ്റ് ചെയ്ത അഥവാ സൊറാസ്ട്രിയൻ പാരമ്പര്യം ക്രിയേറ്റ് ചെയ്ത അതിഗഹനമായ അതിഭീകരമായ വളരെ ശക്തമായ ഫിലോസഫിയാണ് വേദാന്ത ദർശനം എന്ന് പറയുന്നത്. വേദാന്ത ദർശനത്തിൽ ഏറ്റവും പരമപ്രധാനമായ രണ്ട് സങ്കല്പങ്ങൾ, ഒന്ന് ശക്തമായ ട്രാൻസെൻഡൽ വാദങ്ങളാണ്, അതീന്ദ്രിയവാദങ്ങളാണ്. മറ്റൊന്ന് മോക്ഷസങ്കല്പം. ഈ അതീന്ദ്രിയപരമായിട്ടുള്ള വേദാന്ത ദർശനത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈശ്വരനാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമമായ സത്യം. അതാണ് റിയൽ, അതാണ് സത്യം, അതാണ് അസ്തിത്വം എന്ന് പറയുന്നത്. അത് സച്ചിദാനന്ദമാണ്. എല്ലാത്തിൻ്റെയും അസ്തിത്വ രൂപം ഈശ്വരനിലാണ്. ഇങ്ങനെയുള്ള ട്രാൻസെൻഡലായിട്ടുള്ള അതിശക്തമായ വാദങ്ങൾ കൊണ്ട് വേദാന്ത ദർശനത്തെ വളരെ വിപുലമായിട്ടാണ് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത്. അതിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഈശ്വരനാണ്. ഈശ്വരൻ്റെ മറ്റു പല പേരുകളിലും ഈ ട്രാൻസെൻഡലായ വേദാന്ത ദർശനത്തിൽ അറിയപ്പെടുന്നുണ്ട്. പരമാത്മാവ് എന്ന് പറയുന്നു, പരബ്രഹ്മം എന്ന് പറയുന്നു. വിശ്വരൂപിയായ ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവാണ്. ഈ പരമാത്മാവാണ് ട്രാൻസെൻഡൽ വാദം അഥവാ അതീന്ദ്രിയവാദം വെച്ച് റിയലായിട്ടുള്ള ഒരു സത്യം, റിയലായിട്ടുള്ള വസ്തു. ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അറിയുകയും ഇടപെടുന്ന ഈ ലോകം അൺറിയലാണ്. ഇതൊരിക്കലും പെർമനൻ്റായിട്ട് ഇല്ലാത്തതാണ്. ഇത് ക്ഷണികമാണ്. ഇത് ഒരുതരം ഇല്യൂഷനാണ്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന ഈ ലോകം, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ലോകം, നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് നമ്മൾ
സ്പേഷ്യലായിട്ടും ടെമ്പോറലായിട്ടും നമ്മൾ തിരിച്ചറിയുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഈ ലോകം യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു ലോകം ഉണ്ടെന്ന് നമ്മൾക്ക് തോന്നുന്നു. അതില്ലാത്ത ലോകം ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു കൺസെപ്റ്റാണ്. അത് വേദാന്തത്തിൽ വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് അദ്വൈത വേദാന്തത്തിൽ വളരെ പ്രസക്തമായ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെയാണ് മായാവാദം എന്ന് പറയുന്നത്. മായാവാദം അനുസരിച്ച് ഈ ലോകം ഇല്ലാത്തതാണ്. ഈ ലോകത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം അൺറിയലാണ്. ഈ ലോകത്തോട് അതുകൊണ്ട് നമ്മൾ ഒരു താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കരുത്. ഈ ലോകത്തോട് നമ്മൾ താല്പര്യം കാണാൻ ശ്രമിക്കരുത്. ഈ ലോകത്തുള്ള എല്ലാ രീതിയിലുള്ള മാനസികവും പ്രവൃത്തിപരമായിട്ടുള്ള ബന്ധങ്ങളും സമീപനങ്ങളും അല്ലെങ്കിൽ ഇൻസ്റ്റിക്റ്റീവ് പരമായിട്ടുള്ള താല്പര്യങ്ങളും എല്ലാം ഇല്ലാതാക്കി നമ്മുടെ മനസ്സിൻ്റെയും ബോധത്തിൻ്റെയും ശ്രദ്ധ ഈ ലോകത്തിൽ നിന്ന് മാറ്റി നമ്മൾ അതീന്ദ്രിയ ലോകത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് വേദാന്തികളുടെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്. അങ്ങനെ വേദാന്ത ദർശനം അനുസരിച്ച് ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതൊരു മായയാണെന്നും ഇതൊരു ഇല്യൂഷൻ ആണെന്നും അതുകൊണ്ട് ഈ ലോകവും ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ജീവിതവും ബന്ധങ്ങളെല്ലാം ഒരുതരം മീനിങ്ലെസ് ആയിട്ടുള്ള അഫെയർ ആണെന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയണമെന്നും സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പം, സ്റ്റേറ്റിനെ കുറിച്ചുള്ള സങ്കല്പം, മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം, ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം, ജീവിത മോഹങ്ങളെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ ബോധത്തെയും നമ്മുടെ യുക്തിയെയും ഈ പ്രാക്ടിക്കലായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ഈ വേൾഡിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിച്ച് അതീന്ദ്രിയ ലോകമായിരിക്കുന്ന ഈശ്വരനിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് വേദാന്തികളുടെ പരമമായ. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ക്രമേണയുള്ള ടീച്ചിങ്ങിലൂടെയും പ്രൊപ്പഗേഷനിലൂടെയും പ്രചാരണത്തിലൂടെയും വേദാന്ത സങ്കല്പം ജനങ്ങളിലേക്ക് ശക്തമായിട്ട് അടിച്ചേൽപ്പിക്കുകയും ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഈ ലോകത്തെക്കുറിച്ചുള്ള റിയൽ ആയിട്ടുള്ള സങ്കല്പങ്ങൾ, പ്രാക്ടിക്കലായിട്ടുള്ള സങ്കല്പങ്ങൾ, പ്രാക്ടിക്കൽ വ്യൂ, പ്രാക്ടിക്കൽ റീസൺ ഇതെല്ലാം തകർത്ത് കളയുകയും അങ്ങനെ ജനങ്ങളുടെ പ്രാക്ടിക്കലായിട്ടുള്ള അവൻ്റെ ബോധത്തെ നശിപ്പിച്ചുകൊണ്ട്, പ്രാക്ടിക്കലായിട്ടുള്ള കാഴ്ചപ്പാടിനെ നശിപ്പിച്ചുകൊണ്ട്, പ്രാക്ടിക്കലായിട്ടുള്ള റിയൽ വ്യൂവിനെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജനേന്ദ്രിയപരമായിട്ടുള്ള കർമ്മങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും കേർബ് ചെയ്യും, ഇല്ലാതാക്കുകയും അത് ക്രമേണ മുരടിപ്പിച്ച് കളയുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ ലോകം അൺറിയലായതുകൊണ്ടും ഈ ലോകം എന്നുണ്ടെങ്കിൽ മീനിങ്ഫുൾ അല്ലാത്തത് കൊണ്ടും ഈ ലോകത്തിനകത്ത് സത്തയില്ലാത്തത് കൊണ്ടും നമ്മൾ ശരിയായ സത്യമായിരിക്കുന്ന അതീന്ദ്രിയ ലോകത്തേക്ക്, ഈശ്വരൻ ലോകത്തേക്ക്, പരബ്രഹ്മത്തിൻ്റെ ലോകത്തേക്ക്, ആ പരബ്രഹ്മത്തിൻ്റെ ലോകമാണ് ശരിയായിട്ടുള്ള ലോകം, ശരിയായിട്ടുള്ള റിയൽ വേൾഡ് അതാണ്, പരമമായ സത്യം അതാണ്. ആ ലോകത്തിലേക്ക് നമ്മുടെ ഈ ലോകത്തുനിന്ന് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും കരചരണങ്ങളെല്ലാം എല്ലാം നിയന്ത്രിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പടിപടിയായിട്ട് ഒറിജിനൽ റിയൽ വേൾഡ് ആയിരിക്കുന്ന അതീന്ദ്രിയമായ ലോകത്തേക്ക് നമ്മൾ പതുക്കെ ചേർന്ന് നിൽക്കുകയും അതും പതുക്കെ കടന്നു ചെല്ലണം എന്നാണ് ഈ വേദാന്ത ദർശനം ഉദ്ഘോഷിക്കുന്നത്. അങ്ങനെ നമ്മൾ പടിപടിയായി കടന്നു ചെല്ലുന്ന ആ അതീന്ദ്രിയ ലോകം, ആ വേദാന്തത്തിൻ്റെ ആ ലോകം എന്ത് ലോകമാണ്? അതാണ് റിയൽ ആയിട്ടുള്ള ലോകം, അതാണ് മീനിങ് ആയിട്ടുള്ള ലോകം, അതാണ് സച്ചിദാനന്ദത്തിൻ്റെ ലോകം. അവിടെയാണ് മനുഷ്യന് പരമമായ ആനന്ദവും സമാധാനവും ലഭിക്കുന്നത്. അത് പരമാത്മാവിൻ്റെ ലോകമാണ്, അത് പരബ്രഹ്മത്തിൻ്റെ ലോകമാണ്. അവിടെയാണ് ഈശ്വരൻ പെർഫെക്റ്റ് രൂപത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഈശ്വരനിലേക്ക്, ആ പരബ്രഹ്മത്തിലേക്ക്, ആ പരമാത്മാവിലേക്ക് ലയിച്ചു ചേരുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം. അങ്ങനെ മനുഷ്യൻ അവൻ ജീവിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട്, അവൻ സ്നേഹിക്കുന്ന ഈ ലോകത്തു നിന്ന് എല്ലാ ബന്ധങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട്, അവൻ പ്രവർത്തിക്കുകയും ബന്ധപ്പെട്ടു വരുന്ന ഈ ലോകത്തെ നിഷേധിച്ചുകൊണ്ട് ക്രമേണ എല്ലാ രീതിയിലും എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അല്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളുടെയും എല്ലാമായിരിക്കുന്ന കരചരണങ്ങളെ അമർച്ച ചെയ്തുകൊണ്ട് വിച്ഛേദിച്ചുകൊണ്ട് ക്രമേണ അതീന്ദ്രിയ ലോകത്തേക്ക് കയറുന്നതിനുള്ള ഒരു പ്രത്യേകമായ പദ്ധതിയാണ് വേദാന്തത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയുള്ളതാണ് സ്റ്റെപ്പുകൾ? ഈ സ്റ്റെപ്പുകൾ വളരെ രസകരവും പക്ഷേ ആയാസകരവുമായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതെങ്ങനെയാണ്? ശമം, ദമം, നിധിധ്യാസനം, പ്രത്യാഹാരം, പ്രാണായാമം, ധാരണ, ധ്യാനം, സമാധി. അതിൽ പിന്നെയും സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി. ഇങ്ങനെ ഈ പറയുന്ന 6, 7, 8 സ്റ്റെപ്പുകളിലൂടെ
നടപടിക്രമങ്ങളിലൂടെ കടന്ന് ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട് ഈ പടികൾക്കെല്ലാം അപ്പുറത്ത് ചെല്ലുമ്പോൾ സമാധി എന്ന് പറയുന്ന സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സംവിധാനത്തിലാണ് നമ്മൾ പരമാത്മ സ്വരൂപമായി ഈശ്വരൻ ലയിക്കുന്നത്, അഥവാ പരമ്പരമരൂപമായി ഈശ്വരൻ ലയിക്കും. അങ്ങനെ ഓരോ വ്യക്തിയും കഠിനമായ ഈ സ്റ്റെപ്പുകളിലൂടെ കഠിനമായ അതികഠിനമായ ഈ സ്റ്റെപ്പുകളിലൂടെ കടന്നു ചെല്ലുന്ന ലോകം, ആ പരമാത്മാവിൻ്റെ ലോകം, ആ പരബ്രഹ്മ സ്വരൂപമായ ഈശ്വരൻ്റെ ലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ്. അങ്ങനെ അതികഠിനമായ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്ന് ആ സവികൽപ്പ സമാധി നമ്മൾ എത്തുമ്പോൾ നമ്മൾ കാണുന്നത്, അവിടെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകമില്ല, ഈ സൊസൈറ്റി ഇല്ല, ഇവിടുത്തെ ബന്ധങ്ങളില്ല, ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പില്ല, ഇവിടെ കിത്താൻകിൻസ് ഇല്ല, അവരുടെ സങ്കടങ്ങളില്ല, അവരുടെ ദുഃഖങ്ങളില്ല, അവരുടെ സുഖങ്ങളില്ല, ഇവിടുത്തെ നൈമിഷികമായ ലോകത്തുള്ള ഒന്നും തന്നെ ഇല്ല, ഇവിടുത്തെ ഇല്യൂഷൻ ഇല്ല, ഇവിടുത്തെ മായയില്ല. പിന്നെ എന്താണുള്ളത്? അങ്ങനെ അതികഠിനമായ ഈ സ്റ്റെപ്പുകളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ സമാധിയിൽ നമ്മൾ കാണുന്നത് വേദാന്തസാരമായ, വേദാന്ത സ്വരൂപമായ, വേദാന്തത്തിലെ മീനിങ്ങായ ദൈവത്തെ മാത്രമേ നമ്മൾ കാണൂ. സർവചരാചരവും നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ആദിയും അന്തവും ഇല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായ ഈശ്വരനെയാണ് നമ്മൾ കാണുന്നത്. അത് സർവചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ്. എല്ലാ മനുഷ്യരിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ, എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ, എല്ലാ തിരിയക്കളിലും, എല്ലാ വീളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെയാണ് നമ്മൾ കാണുന്നത്. നമ്മളങ്ങനെ സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, ജീവരാശികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ മാത്രമേ കാണുന്നുള്ളൂ. ഈശ്വരൻ തന്നെയാണ് ബ്രാഹ്മണനിൽ നമ്മൾ കാണുന്നത്, ക്ഷത്രിയനിൽ നമ്മൾ കാണുന്നത്, ശൂദ്രനിൽ നമ്മൾ കാണുന്നത്, തൊട്ടുകൂടാത്തവരിൽ നമ്മൾ കാണുന്നത്. ഈ ഈശ്വരൻ തന്നെയാണ് ഭിക്ഷാടനം നടത്തുന്ന ഭിക്ഷക്കാരിൽ നമ്മൾ കാണുന്നത്, രോഗിയായിട്ട് നടക്കുന്ന രോഗിയിലും നമ്മൾ കാണുന്നു. എല്ലാവരിലും പ്രധാനമായിട്ടും വേദാന്തം എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയപരമായിട്ടുള്ള ഡിസ്കഷനാണ്, ട്രാൻസെൻഡൽ ഡിസ്കോഴ്സാണ് ഈ വേദാന്തം എന്നത്. ഈ ട്രാൻസെൻഡൽ ഡിസ്കോഴ്സിൽ അതീന്ദ്രിയമായ ഡിസ്കഷനകത്ത്, അതായത് വേദാന്തത്തിനകത്ത് പ്രധാനമായിട്ടും ദൈവങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതെല്ലാം ദൈവങ്ങളാണ് ഈ ഡിസ്കോഴ്സിൽ വരുന്ന വിഷയങ്ങൾ ഏതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. രണ്ട് എലമെന്റുകളുടെ കോമ്പിനേഷനാണ് നമ്മൾ ഈ വേദാന്ത ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. ഒന്ന്, വേദാന്തം എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് തന്നെ വേദങ്ങളുടെ അന്ത്യം എന്നുള്ളതാണ്. അതായത് വേദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസങ്കല്പത്തിന്റെ അന്ത്യരൂപമാണ്, അല്ലെങ്കിൽ അവസാന രൂപം എന്നുള്ളതാണ് വേദാന്തം എന്ന് പറയുന്നത്. വേദങ്ങളുടെ അന്ത്യം, ജ്ഞാനത്തിന്റെ അവസാനം, അല്ലെങ്കിൽ പൂർണ്ണമായ ഭാഗം, അല്ലെങ്കിൽ അങ്ങനെ ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവസാന രൂപം എന്നുള്ള ഈ സങ്കല്പത്തിലാണ് വേദാന്തം എന്ന് പറയുന്നത്. ഈ വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വേദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ദൈവസങ്കല്പങ്ങളാണ്. അതായത് വേദങ്ങളിൽ, പ്രത്യേകിച്ച് ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട പുരുഷ സൂക്തവുമായിട്ട് ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവസങ്കല്പം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ദൈവസങ്കല്പങ്ങളാണ് ഈ പുരുഷ സൂക്തവുമായിട്ട് ബന്ധപ്പെട്ട ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ. പുരുഷ സൂക്തത്തിൽ പ്രധാനമായിട്ടും വിരാട് പുരുഷ സങ്കല്പങ്ങളാണ്. അതായത് മഹാബ്രാഹ്മണനായിരിക്കുന്ന വിരാട് പുരുഷനാണ് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ചാതുർവർണ്ണയത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യരെ 4 വർണ്ണങ്ങളായിട്ട്, 4 വിഭാഗങ്ങളായിട്ട്, പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ട് ചാതുർവർണ്ണയമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് വിരാട് പുരുഷനാണ്. ഈ വിരാട് പുരുഷനാണ് പ്രധാനമായിട്ടും വേദാന്തത്തിലെ ഒരു സങ്കല്പം. മറ്റൊന്ന് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഏകദേശം AD 400-നും 700-നും ഇടയ്ക്ക് പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സ്വരാഷ്ട്രീയന്മാരുടെ ദൈവസങ്കല്പമാണ്. ഈ ദൈവസങ്കല്പങ്ങളാണ് വേദാന്തത്തിൽ വളരെ ശക്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ദൈവസങ്കല്പം. അതേതാണ് ദൈവസങ്കല്പം? സ്വരാഷ്ട്രീയന്മാരുടെ ആഹൂരമസ്ത എന്ന് പറയുന്ന ദൈവമാണ്. ഈ ആഹൂരമസ്തയാണ് ഇന്ത്യൻ ടെർമിനോളജിയിൽ പരമേശ്വര എന്ന് പറയുന്ന ദൈവം. ഈ പരമേശ്വര എന്ന് പറയുന്ന, അഥവാ ആഹൂരമസ്തയാണ് വേദാന്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു. അങ്ങനെ വേദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരസങ്കല്പമായിട്ടുള്ള വിരാട് പുരുഷനും സ്വരാഷ്ട്രീയന്മാരുടെ ദൈവമായ ആഹൂരമസ്ത അഥവാ പരമേശ്വരൻ എന്ന് പറയുന്ന ദൈവങ്ങളുടെ കൂടിച്ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഇന്ത്യയിലെ അതീന്ദ്രിയവാദമായിരിക്കുന്ന വേദാന്തത്തിലെ ഡിസ്കഷൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ദൈവമാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ദൈവങ്ങളാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാത്തിൻ്റെയും കൺക്ലൂഡ് ചെയ്യുന്നതും. ഈ ദൈവമാണ് സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാത്തിൻ്റെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ ജീവരാശിയുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തര്യാമിയായിട്ട്, ഹിരണ്യഗർഭനായിട്ട് നിറഞ്ഞു നിന്നുകൊണ്ട്
ഈ ഓരോ ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അതുപോലെ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ദൈവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ വേദാന്ത ലോകം, ഈ അതീന്ദ്രിയ ലോകമാണ് യഥാർത്ഥ ലോകം, യഥാർത്ഥത്തിൽ ഉള്ള ലോകം, സത്യമായിരിക്കുന്ന ലോകം. എല്ലാത്തിൻ്റെ അസ്തിത്വവും എല്ലാത്തിൻ്റെ നന്മയും എല്ലാത്തിൻ്റെ ബോധവും എല്ലാം ഈ ലോകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലോകമാണ് ശരിയായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ലോകം. ഈ ലോകം ആദിയും അന്തവുമില്ലാത്ത രീതിയിൽ ഒരു അബ്സല്യൂട്ട് രൂപത്തിൽ അതിരുകളില്ലാത്ത രീതിയിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതീന്ദ്രിയമായ ലോകമാണ്. ഈ വേദാന്ത ലോകത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവിടെ അതിരുകളൊന്നും കാണാൻ പറ്റില്ല, സ്പേസുകളൊന്നുമില്ല, ടൈം ലിമിറ്റേഷൻ കാണുന്നില്ല, ടൈമുകളില്ല, കൊസാലിറ്റികളൊന്നുമില്ല. അതായത് നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മൾ അനുഭവിച്ചിരിക്കുന്ന നമ്മുടെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള യാതൊരു രീതിയിലുള്ള സങ്കല്പങ്ങളോ അളവുകളോ അതിർവരമ്പുകളോ ഇല്ലാത്ത വളരെ അബ്സല്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു സീമകളില്ലാത്ത ഒരു ബോധമണ്ഡലമാണ് ഈ പറയുന്ന അതീന്ദ്രിയ ലോകമായിരിക്കുന്ന വേദാന്ത ലോകം. അങ്ങനെ അതിരുകളില്ലാത്ത, സ്പേസ് ഇല്ലാത്ത, ടൈമില്ലാത്ത, കൊസാലിറ്റി ഇല്ലാത്ത, ഒരു കണ്ടീഷനും ഇല്ലാത്ത, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അനുഭവങ്ങളുടെയും യാതൊരു രീതിയിലുള്ള കണ്ടീഷനുമില്ലാത്ത ഈ ലോകത്തേക്ക് എല്ലാ രീതിയിലുള്ള കോൺസെൻട്രേഷനോടുകൂടി നമ്മൾ ലയിക്കുമ്പോഴാണ് നമ്മൾ ബ്രഹ്മമായിട്ട് മാറുന്നത്. അവിടെ നമ്മൾ ബ്രഹ്മമാണ്, ബ്രഹ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ. സർവം ഖലിതം ബ്രഹ്മ, അയനാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി തത്വമസി. ഇതെല്ലാം നമ്മൾ കാണുന്നത്, നമ്മൾ അറിയുകയും നമ്മൾ റിയലൈസ് ചെയ്യുകയും നമ്മൾ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണ് ഈ അതീന്ദ്രിയ ലോകമായിരിക്കുന്ന വേദാന്തം. ഇങ്ങനെയുള്ള ലോകത്തിലേക്ക്, ഈ ബ്രഹ്മലോകത്തിലേക്ക്, സർവചരാചരങ്ങളിൽ നിറച്ചിരിക്കുന്ന ഈശ്വരൻ്റെ ഈ ലോകത്തിലേക്ക് ലയിച്ചു ചേരുമ്പോഴാണ് നമുക്ക് സർവജ്ഞത അനുഭവപ്പെടുന്നത്. എല്ലാ രീതിയിലുള്ള സർവജ്ഞത ഉണ്ടാവുകയും നമ്മൾ മോക്ഷപദത്തെ പ്രാപിക്കുകയും ചെയ്യും. ഈ ലോകമാണ് യഥാർത്ഥത്തിലുള്ള ലോകം. ഇതാണ് റിയൽ വേൾഡ്, ഇതാണ് സത്യലോകം, ഇതാണ് സച്ചിദാനന്ദത്തിൻ്റെ ലോകം. സർവം പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ലോകം. നമ്മൾ ഈ പറയുന്ന വേദാന്ത ലോകത്തിൽ എത്തിച്ചേർന്നാൽ, നമ്മൾ ഈ പറയുന്ന സർവജ്ഞയുടെ ലോകത്തിൽ എത്തിച്ചേർന്ന്, ഈ റിയൽ വേൾഡിൽ എത്തിച്ചേർന്നാൽ, നമ്മൾ ഇതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നമ്മുടെ യഥാർത്ഥ ലൈഫ്, നമ്മുടെ സാധാരണ ജീവിതമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ഭുതകരമായ വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന ഈ സ്പേസുള്ള, ഈ ടൈമുള്ള, ഈ കൊസാലിറ്റിയുള്ള, നമ്മുടെ മനസ്സും ബുദ്ധിയും അനുഭവങ്ങളെല്ലാം വ്യവഹരിക്കുന്ന നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിതമാകുന്ന ഈ ലോകം, നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടുകളും, നമ്മളെ കാണുന്ന ഫ്രണ്ട്സും, നമ്മുടെ സഹോദരന്മാരും, നമ്മുടെ സമൂഹവും, നമ്മുടെ രാജ്യവും, ഇവിടുത്തെ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കാണുമ്പോൾ ഈ ലോകം വളരെ അൺറിയലാണെന്നാണ് പറയുന്നത്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ അൺറിയലാണ്, ഈ ലോകം അൺറിയലാണ്, ഈ പ്രപഞ്ചം അൺറിയലാണ്. ഇത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ കാണുമ്പോഴുണ്ടാകുന്ന ഈ ഭ്രമങ്ങളെല്ലാം, ഈ കാണുന്ന ലോകങ്ങളെല്ലാം, ഈ വസ്തുക്കളെല്ലാം, ഈ ടൈമുകളെല്ലാം, ഈ സ്പേസുകളെല്ലാം, ഈ കാര്യകാരണ ബന്ധങ്ങളെല്ലാം നൈമിഷികമാണ്. ഇതെല്ലാം ഒരു തരം ഇല്യൂഷനാണ്. ഇതെല്ലാം ഒരു തരം അന്ധകാരത്തെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളറിയാതെ, നമ്മുടെ ബോധം അറിയാതെ, നമ്മുടെ യുക്തി അറിയാതെ, നമ്മളിലുള്ള ഇഗ്നോറൻസ് ആണ് ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്ത് ഈ ലോകത്തെ പിടിച്ചു നിർത്തുന്നത്. ഈ ലോകമായിട്ടുള്ള ബന്ധത്തെ, കണക്ഷനെ, അറ്റാച്ച്മെന്റിനെ പിടിച്ചു നിർത്തുന്നത്. നമ്മളിലുള്ള അജ്ഞതയാണ്, നമ്മളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അതിൽ നിന്ന് വരുന്ന ഇൻഫാക്ച്വേഷനാണ് നമ്മുടെ ഈ ലോകത്തോട് ബന്ധപ്പെടുത്തി നിർത്തുന്നത്. ഈ ലോകം അൺറിയലാണ്, ഈ ലോകം അസത്യമാണ്, ഈ ലോകം എന്നുണ്ടെങ്കിൽ മായയാണ്. ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന മനുഷ്യനകത്തുള്ള ഇഗ്നോറൻസും അവൻ്റെ ഇൻസ്റ്റിങ്ക്റ്റുമാണ് ഈ ലോകത്തിൻ്റെ കാര്യകാരണ ബന്ധങ്ങളുടെ ക്രിയേഷൻ്റെ പുറകിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. ഈ ലോകം മായയാണ്, ഈ ലോകം ഇല്യൂഷനാണ്. അങ്ങനെ മായയാൽ, ഇല്യൂഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പുറകെ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഈ ലോകത്തിൻ്റെ പുറകെ പോകുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇവിടെ ബന്ധങ്ങളിൽ യാതൊരു അർത്ഥമില്ല. ഇവിടുത്തെ സുഖഭോഗങ്ങളിൽ യാതൊരു അർത്ഥവുമില്ല. ഈ സാമൂഹ്യ ബന്ധങ്ങളിൽ തീരെ അർത്ഥമില്ല. ഇവിടെ നമ്മൾ ആനന്ദത്തെയും ഇവിടെ നമ്മൾ പ്ലഷറിനെയും കാണുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ സാമൂഹ്യമായി നമ്മൾ കാണുന്നതിൽ ഒരർത്ഥവുമില്ല. സമൂഹത്തിൻ്റെ ആനന്ദം, സമൂഹത്തിൻ്റെ പുരോഗതി, അതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ വെൽഫെയർ, അവരുടെ ഹാപ്പിനെസ്, ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. കാരണം ഈ ലോകം മുഴുവനും മായയാണ്. അങ്ങനെയുള്ള ഈ ലോകം
ഈ മായയുടെ ഈ ഇല്യൂഷൻ്റെ ഈ ലോകം അന്ധകാര നിബിഡമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ അന്ധകാരമാണ്, പ്രകൃതിയിൽ മുഴുവൻ അന്ധകാരമാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാര നിബിഡമായ മായാലോകമാണ് ഈ കാണുന്നത്. അങ്ങനെ റിയാലിറ്റി കോൺഷ്യസ് നഷ്ടപ്പെട്ട്, അതായത് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട്, ജ്ഞാനേന്ദ്രിയങ്ങളായിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ അടയ്ക്കപ്പെട്ട്, കർമ്മേന്ദ്രിയങ്ങളായിട്ട് അടയ്ക്കപ്പെട്ട്, അങ്ങനെ സമൂഹത്തിൽ അത് ദിക്കും ദിശയുമില്ലാതെ അലഞ്ഞു നിൽക്കുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ദിശാബോധമില്ലാത്ത ജനങ്ങളുടെ ഒരു കൂട്ടമായി ഇന്ത്യയിലെ ജനങ്ങൾ മാറാൻ കാരണം. അങ്ങനെ വേദാന്തം നിർമ്മിതിക്ക് ശേഷം ഇത് 1500 വർഷക്കാലത്തോളം ഇന്ത്യയിലുടനീളം പ്രചരിപ്പിക്കുകയും അങ്ങനെ ഇന്ത്യയിലുടനീളം അന്ധകാരം പടർന്നു പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാലഘട്ടത്തെ, ഈ അന്ധകാരയുഗം പടർന്നു പിടിച്ച ഈ കാലഘട്ടത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യയുടെ അന്ധകാര യുഗം എന്നാണ് അറിയുന്നത്. അങ്ങനെ വേദാന്ത നിർബന്ധിതമായ അതീന്ദ്രിയവാദമായ വേദാന്തത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിനകത്ത് കാണാൻ പറ്റുന്നത്. ഒന്ന്, ഇന്ത്യൻ ചരിത്രത്തിൻ്റെ റിയാലിറ്റി കോൺഷ്യസിനെ മൊത്തത്തിൽ മറച്ചു വയ്ക്കുകയാണ്. അതായത് ഇന്ത്യൻ റിയാലിറ്റി, അതിൻ്റെ സോഷ്യൽ റിയാലിറ്റി, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി, അതിൻ്റെ റിയൽ ലൈഫിനെ, അതിൻ്റെ പൊളിറ്റിക്സിനെ, അതിൻ്റെ ഐഡിയോളജി, അതിൻ്റെ മൊറാലിറ്റിയെ എല്ലാം കംപ്ലീറ്റ് മറച്ചു വയ്ക്കുകയും അന്ധകാരത്തെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ വേദാന്തത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ വ്യക്തി ജീവിതവും ഈ ഇഹലോകപരമായുള്ള ഈ ലോകത്തിൻ്റെ വ്യവഹാരങ്ങളെല്ലാം അന്ധകാരത്തിന്, ഇഗ്നോറൻസിൻ്റെ ഫലമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ലോകം മുഴുവനും അന്ധകാരം നിറഞ്ഞിരിക്കുന്നതായിട്ടും നമ്മളെ വേദാന്തം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന കാഴ്ചപ്പാട് എന്നാണ്, ഈ വേദാന്തത്തിലൂടെ മനുഷ്യൻ്റെ ശ്രദ്ധയെ, അവൻ്റെ ബോധത്തെ, അവൻ്റെ റീസണെ, അവൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഈ ലോകത്തെ ആകപ്പാടെ നിഷേധിച്ചതിന് ശേഷം അതീന്ദ്രിയ ലോകത്തിലേക്ക് പതുക്കെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുകയും അതീന്ദ്രിയ ലോകത്തിലേക്ക്, അതായത് വേദാന്തത്തിൻ്റെ ലോകത്തിലേക്ക്, ബ്രഹ്മലോകത്തേക്ക് മനുഷ്യനെ ക്രമേണ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നു. ഇത് 1500 വർഷങ്ങളായിട്ട് ഇന്ത്യയിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യനെ റിയാലിറ്റി കോൺഷ്യസിൽ നിന്ന്, അവൻ്റെ ലൈഫിൽ നിന്ന് അതീന്ദ്രിയ ലോകത്തിലേക്ക്, വേദാന്ത ദൈവസങ്കല്പത്തിൻ്റെ ലോകത്തിലേക്ക് പതുക്കെ കൈപിടിച്ചുയർത്തുകയും അതിൽ ക്രമേണ അവൻ്റെ ബോധത്തെയും അവൻ്റെ റീസണെയും അവൻ്റെ കാഴ്ചപ്പാടിനെ എല്ലാത്തിനെയും വേദാന്ത ലോകത്തിൽ, അതീന്ദ്രിയ ലോകത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലേക്ക് വേദാന്തം പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക്. അങ്ങനെ വേദാന്തം പറയുന്ന വേദാന്തത്തിൻ്റെ ബോധമണ്ഡലത്തിലേക്ക് ഇന്ത്യൻ ജനതയെ 1500 വർഷക്കാലമായിട്ട് ചേർത്ത് നിൽക്കുക, ആ ബോധത്തിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനിലേക്ക്, ഒരു അറ്റ്മോസ്റ്റ് കോൺസെൻട്രേഷനിലേക്ക് ചേർത്ത് ലയിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് വേദാന്ത പദ്ധതിയുടെ പരമമായ ലക്ഷ്യം. അങ്ങനെ ജീവിതത്തിൻ്റെ റിയാലിറ്റി കോൺഷ്യസ് എന്ന് വേദാന്തത്തിൻ്റെ അതീന്ദ്രിയമായ സങ്കല്പത്തിൽ ചേർത്ത് നിർത്തുകയും മോക്ഷസങ്കല്പത്തെ ഡെവലപ്പ് ചെയ്ത് ജനങ്ങളിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വേദാന്തത്തിൻ്റെ പദ്ധതി. പക്ഷേ ഇതിനപ്പുറത്തായിട്ട് നമുക്ക് കാണുന്ന ഒരു അത്ഭുതകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, അതീന്ദ്രിയവാദപരമായ വേദാന്തത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, അവിടുത്തെ ദൈവസങ്കല്പമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ, ഈ വേദാന്ത പദ്ധതി അനുസരിച്ചുള്ള ഈ ബോധമണ്ഡലത്തിലേക്ക്, അതീന്ദ്രിയമായ ബോധമണ്ഡലത്തിലേക്ക് ജനങ്ങളെ ലയിപ്പിച്ചു നിർത്തുകയും അതായത് തുടർച്ചയായിട്ടുള്ള ആ ലയനത്തിലൂടെ ജനതയുടെ അവൻ്റെ കപ്പാസിറ്റി, ആ ജനതയുടെ മോറലായിട്ടുള്ള കപ്പാസിറ്റി, ഇന്ദ്രിയപരമായ കപ്പാസിറ്റി, കർമ്മേന്ദ്രിയത്തിൻ്റെ കപ്പാസിറ്റി, അവൻ്റെ ബുദ്ധി, അവൻ്റെ അന്ധക്കരണം, അവൻ്റെ മനസ്സ്, എല്ലാത്തിനെയും ഓരോരോ ശക്തമായ ഡീജനറേഷന് വിധേയമാക്കുകയും ആ ഡീജനറേഷനിലൂടെ മനുഷ്യൻ്റെ വ്യക്തിത്വം നശിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാം. അങ്ങനെ വ്യക്തിയെയും സമൂഹത്തെയും ഒരു ജനതയെയും കാലഘട്ടത്തെയും ശക്തമായ ഡീജനറേഷന് വിധേയമാക്കിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് നമുക്ക് വേദാന്ത പദ്ധതിയെ കാണാവുന്നതാണ്. അങ്ങനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സമൂഹത്തിലുള്ള വ്യക്തിയെയും സമൂഹത്തെയും ജനതയെയും കാലഘട്ടത്തെയും ചരിത്രത്തെയും എല്ലാം, അവരുടെ പ്രോഗ്രസിനെയും അവരുടെ ഡെവലപ്മെൻറ്റ്സിനെയും അവരുടെ വെൽഫെയറിനെയും അവരുടെ ഹാപ്പിനെസ്സിനെയും എല്ലാം ശക്തമായ ഡീജനറേഷനിലൂടെ നശിപ്പിച്ചു കളയുന്ന ഒരു പദ്ധതിയെയും ടെക്നിക്സും മെത്തേഡും ഉൾക്കൊള്ളുന്നതാണ് വേദാന്ത പദ്ധതി എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ അതീന്ദ്രിയമായ ഡിസ്കോഴ്സ് ആയിരിക്കുന്ന, അതീന്ദ്രിയമായ സബ്ജക്റ്റ് ആയിരുന്ന വേദാന്ത പദ്ധതിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ടാണ് വ്യക്തിയെയും സമൂഹത്തെയും നശിപ്പിച്ച് കളയുന്നത്.
ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ചില അത്ഭുതകരമായ വളരെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. എന്താണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്? ജർമ്മനിയിൽ ഹിറ്റ്ലർ നടത്തിക്കൊണ്ടുവന്നിരുന്ന, ഹിറ്റ്ലർ ജൂതന്മാരെ പീഡിപ്പിച്ച് കൊല്ലാൻ ഉപയോഗിച്ച ഡിവൈസ്, മെക്കാനിക്കൽ ക്യാമ്പുകളെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ള അതിൻ്റെ ക്യാരക്ടറും കോണ്ടക്റ്റും മെക്കാനിസം ഉൾക്കൊള്ളുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയുള്ള ക്യാമ്പാണ് നമ്മൾ ഈ പറയുന്ന കോൺസെൻട്രേഷൻ. ഈ ലോകത്ത് വ്യക്തിയെയും സമൂഹത്തെയും ജനതയെയും കാലഘട്ടത്തെയും രാജ്യത്തെയും ചരിത്രത്തെയും ഡെഡാക്കി മാറ്റുന്ന ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ചില രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ് ആ രഹസ്യങ്ങൾ? എന്തൊക്കെയാണ് ആ രഹസ്യങ്ങൾ? ആരൊക്കെയാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, അതായത് വേദാന്ത പദ്ധതി പ്രകാരം അതീന്ദ്രിയവാദപരമായിരിക്കുന്ന ഈ വേദാന്ത പദ്ധതിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അവരുടെ ലക്ഷ്യം? എങ്ങനെയാണ് അവർ ഇടപെടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ താല്പര്യം. അതീന്ദ്രിയവാദപരമായ ഈ വേദാന്ത പദ്ധതിയിലെ അതിനകത്ത് രഹസ്യങ്ങൾ എന്താണ്? ഈ വേദാന്ത പദ്ധതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവങ്ങൾ ആരൊക്കെയാണ്? അവരെങ്ങനെയാണ് ഈ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേദാന്ത പദ്ധതിയിൽ, അതീന്ദ്രിയവാദമായ വേദാന്തത്തിൽ വേദാന്ത പദ്ധതി ദൈവങ്ങൾ ആരൊക്കെയാണ്? അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന, നേരത്തെ പറഞ്ഞിരിക്കുന്ന എന്താണ്, വേദകാലഘട്ടത്തുണ്ടായ വേദങ്ങളിൽ നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലത്തിൽ നമ്മൾ കാണുന്ന, അതായത് പുരുഷസൂക്തത്തിൽ നമ്മൾ കാണുന്ന മഹാബ്രാഹ്മണനായ വിരാട് പുരുഷനാണ് ഒരു ദൈവം. അതുപോലെ വേദാന്ത പദ്ധതിയിലെ ഈ വിരാട് പുരുഷനായ മഹാബ്രാഹ്മണനായ ദൈവമാണ് ഇന്ത്യൻ ചരിത്രത്തിനകത്ത് 3000 വർഷങ്ങളായിട്ട് ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ച്, അതായത് ഭൂമിയിൽ സമൂഹത്തിനകത്ത് ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും പിന്നീട് തൊട്ടുകൂടാത്തതിനെ സൃഷ്ടിച്ച് ഇന്ത്യൻ സമൂഹത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന, ചാതുർവർണ്ണ്യം പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന, ജാതി വ്യവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്ന ദൈവമാണ് ഈ പറയുന്ന മഹാബ്രാഹ്മണനായ വിരാട്. വേദാന്ത പദ്ധതിയിൽ ലയിച്ചു ചേർന്ന് രഹസ്യമായി നിലനിൽക്കുന്ന മറ്റൊരു ദൈവമാണ് സ്വരാഷ്ട്രീയം ദേവനായിരിക്കുന്ന ആഹൂരമസ്ത. ഈ ആഹൂരമസ്ത എന്ന ദൈവത്തെയാണ് ഇന്ത്യൻ ടെർമിനോളജിയിൽ പരമേശ്വര എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വിരാട് പുരുഷനായ മഹാബ്രാഹ്മണനായ ദൈവവും അഹൂരമസ്ത അഥവാ പരമേശ്വര എന്ന് പറയുന്ന ദൈവവും അതുപോലെ മറ്റു ദൈവങ്ങളും അവരുടെ ഗണത്തിൽപ്പെട്ട എല്ലാവരുടെ കൂടി ശരിക്ക് ഗൂഢാലോചന നടത്തി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഡിസ്കോഴ്സ് പദ്ധതിയാണ് വേദാന്ത പദ്ധതി. ഈ വേദാന്ത പദ്ധതി, അതായത് ട്രാൻസ്ജെൻഡർ ഡിസ്കോഴ്സ് അനുസരിച്ചുള്ള വേദാന്ത പദ്ധതി ഒരു പ്രൊജക്റ്റ് വർക്കാണ്. ഈ പ്രൊജക്റ്റ് വർക്ക് അനുസരിച്ച് സമൂഹത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയും സമൂഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തിലും എല്ലാം അന്ധകാരം പടർന്നു പിടിച്ചിരിക്കുന്നതാണ്. വ്യക്തിയുടെ ജന്മവും ജീവിതവും മരണമെല്ലാം ഈ പറയുന്ന അന്ധകാരത്താൽ സംഭവിക്കുന്ന, ഇഗ്നോറൻസിനാൽ സംഭവിക്കുന്ന, നമ്മൾ ഈ കാണുന്ന സമൂഹവും ലോകവും ഈ പറയുന്ന ഭൗതികവുമെല്ലാം അതുപോലെ തന്നെ എന്താണ്, അന്ധകാരത്താൽ സംഭവിക്കുന്ന, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് അന്ധകാര നിബിഡമാണെങ്കിലും നിശാബോധം ഇല്ലാത്തതാണെങ്കിലും അതീന്ദ്രവാദപരമായിരിക്കുന്ന വേദാന്ത പദ്ധതി ദൈവങ്ങൾക്ക് ഇതെല്ലാം കാണാം. പകൽ വെളിച്ചം പോലെ, പച്ച വെളിച്ചം പോലെ സത്യമായിട്ട് നിൽക്കുന്ന ഈ ലോകത്തെ അവർക്ക് ശരിയായ രീതിയിൽ തന്നെ കാണാവുന്നതാണ്, ശരിയായ രീതിയിൽ തന്നെ ദർശിക്കാവുന്നതാണ്. 2 ലക്ഷ്യങ്ങളാണ് ഈ വേദാന്ത പദ്ധതി പ്രകാരം വേദാന്തത്തിനുള്ളത്. ഒന്ന്, പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഈ കോണ്ടക്സ്റ്റിലെ, ഈ സാഹചര്യത്തിലെ മനുഷ്യന്റെ ജീവിതത്തിലെ അവൻ്റെ ചിന്തകളുടെ ശക്തി നശിപ്പിക്കുക, അവൻ്റെ റീസണിൻ്റെ പവർ നശിപ്പിക്കുക, അവൻ്റെ അനുഭവങ്ങളെ മയപ്പെടുത്തിയെടുക്കുക, ഈ ലോകത്തിൻ്റെ പ്രോബ്ലത്തിൽ നിന്ന് മനുഷ്യൻ്റെ ശ്രദ്ധ തിരിക്കുക, അവൻ ജീവിതത്തിൻ്റെ എല്ലാമായിരിക്കുന്ന തീർച്ചയും മൂർച്ചയും ഇല്ലാതാക്കി അതിനെ മയപ്പെടുത്തി കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും യുക്തിയെയും ബോധത്തെയും 2 രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശരീരബോധത്തിലേക്കും അതിൽ നിന്ന് ഉൾബോധത്തിലേക്കും ലയിപ്പിച്ച് അങ്ങനെ അതുവഴി വേദാന്തത്തിൻ്റെ സൂപ്പർ കോൺഷ്യസ് ആയിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിൻ്റെ പരമാത്മാവിൻ്റെ സ്റ്റേജിലേക്ക് ലയിപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് ഒരു വഴി.
മറ്റൊരു വഴി ഈ വേദാന്തം എന്ന് പറയുന്നുണ്ടെങ്കിൽ വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരമയമാണ്. ഈശ്വരമയമാണ് ഈ ലോകം മുഴുവൻ. സർവചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണ്. ഈ തിരിയക്കുകളിലും ഈ ജീവജാലങ്ങളിലും ഈ മനുഷ്യരിലും ഈ ലോകങ്ങളിലെല്ലാം ഈ സൂര്യനിലും ചന്ദ്രനെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഈ ഈശ്വരനാണ്. അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനായിരിക്കുന്നതുകൊണ്ട് മനുഷ്യന്റെ പെരുമാറ്റത്തെയും അവന്റെ ചിന്തയെയും മയപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെയുള്ള വേദാന്ത പദ്ധതി അനുസരിച്ച് ഈശ്വരൻ സർവ്വവ്യാപിയായിരിക്കുകയും സർവചരാചരം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളെ എല്ലാ ജീവജാലങ്ങളോടും എല്ലാ മനുഷ്യരോടും പ്രത്യേകിച്ച് ബ്രാഹ്മണരോട്, പ്രത്യേകിച്ച് ബ്രാഹ്മണിസം പ്രാക്ടീസ് ചെയ്യുന്ന ബ്രാഹ്മണിക് പദ്ധതിയോട് എല്ലാത്തിനും ഈശ്വരമയത്തെ കാണുകയും എല്ലാത്തിനോടും സ്നേഹത്തോടും ബഹുമാനത്തോടും നയത്തോടും മയത്തോടും കൂടി പെരുമാറുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ വേദാന്ത പദ്ധതി പ്രകാരം ഈശ്വരൻ സർവചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. സർവചരാചരങ്ങളിലും മനുഷ്യരിലും എല്ലാത്തിനും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായിരിക്കുന്നുണ്ട്. മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കരുണയോടെയും കാണണമെന്നുള്ളതാണ് വേദാന്തത്തിന്റെ ഒരു മറ്റൊരു സവിശേഷത. വേദാന്ത പദ്ധതി പ്രകാരം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ സകലചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നിനെയും നോവിക്കരുത് എന്നുള്ള തത്വസംഹിത, ഒരു കാഴ്ചപ്പാട് വേദാന്തത്തിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനോടും ഒരു സഹിഷ്ണുതയോടും ഒന്നിനെയും നോവിക്കാത്ത ഒരു നോൺ വയലൻസ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് വേദാന്തം കൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ. ബ്രാഹ്മണിക്കലായിട്ടും വേദാന്തപരമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും വേദാന്ത പദ്ധതി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഉപനിഷത്ത്, വേദാന്തം എല്ലാം കൈകാര്യം ചെയ്യുന്നത് ബ്രാഹ്മണനായതുകൊണ്ടും അതിൻ്റെ അതോറിറ്റി ബ്രാഹ്മണനായതുകൊണ്ടും അതിൻ്റെ ചർച്ചയും അതിൻ്റെ പ്രചരണവും നടത്തുന്നത് ബ്രാഹ്മണനായതുകൊണ്ടും അതിൻ്റെ എല്ലായിടങ്ങളിലും ആധ്യാത്മിക മണ്ഡലം, ചർച്ചാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ തത്വശാസ്ത്രപരമായ എല്ലാ മണ്ഡലങ്ങളിലും ബ്രാഹ്മണനായിരിക്കുന്നത് കൊണ്ട് ബ്രാഹ്മണൻ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ നോൺ വയലൻസിൻ്റെ അഹിംസയുടെ ആറ്റിറ്റ്യൂഡ് കാണുകയും ആ ബ്രാഹ്മണനെ എല്ലാ രീതിയിലും പൂജിക്കുകയും ആ ബ്രാഹ്മണനെ എല്ലാ രീതിയിലും ആരാധിക്കുകയും ആ ബ്രാഹ്മണനെ ഈശ്വരന്റെ ജീവിക്കുന്ന പ്രതീതിയായിട്ട് നമ്മൾ കാണുകയും ചെയ്യണം എന്നുള്ളതാണ് വേദാന്ത പദ്ധതി പ്രകാരം പറഞ്ഞത്. അങ്ങനെ മൗര്യന്മാരുടെ കാലത്തിന് ശേഷം പുഷ്യമിത്രന്റെ കാലം വരികയും അതിനെ തുടർന്ന് AD 400-700 കാലഘട്ടങ്ങളിലൂടെ ഇന്ത്യ കടന്നു പോവുകയും ഈ കാലഘട്ടത്തിൽ ഗുപ്തന്മാരുടെ കാലം വരികയും അങ്ങനെ ശശാങ്കന്റെ കാലം വരികയും ചെയ്തതോടെ ഇന്ത്യയിൽ അശോകന്റെ കാലത്ത് അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ചാതുർണ്യം വീണ്ടും ശക്തമായിട്ട് റിവൈവ് ചെയ്യുകയും അങ്ങനെ ഗുപ്തന്മാരുടെ കാലം ഏകദേശം AD 400 പോലെ 700 കാലഘട്ടം ഗുപ്തന്മാരുടെ കാലത്ത് ഈ ചാതുർവർണ്ണയും വേദാന്ത മതവും വേണ്ട രീതിയിൽ ലയിച്ച് ഒരു ബ്രാഹ്മണിക് പദ്ധതി തന്നെ ശക്തമായിട്ട് രൂപപ്പെടുകയും ചെയ്തതായിട്ടാണ് നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ AD 400 മുതൽ 700 കാലത്തിനിടെ ഇടയ്ക്ക് ഗുപ്തന്മാരുടെ കാലത്ത് വേദാന്തമതവും ബ്രാഹ്മണ മതവും ശക്തമായിട്ട് ലയിച്ചു ചേരുകയും അതായത് ആര്യമതവും അല്ലെങ്കിൽ സ്വരാഷ്ട്രീയൻ മതങ്ങളും ശരിയായിട്ട് ലയിച്ചു ചേരുകയും ഇന്ത്യയിൽ അതിശക്തമായ ചൂഷണ വ്യവസ്ഥിതി രൂപപ്പെടുകയും അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം ഈ ബ്രാഹ്മണമതം വ്യാപിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മൾ ഈ കാലത്ത് കാണുന്ന ശങ്കരൻ എന്ന് പറയുന്നത്. ശങ്കരൻ എന്നൊരു വ്യക്തിയല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ശങ്കരൻ ഒരു തൂലികാ നാമമാണ്. ശങ്കരൻ എന്ന തൂലികാ നാമത്തിൽ ഏകദേശം 44ഓളം ശങ്കരന്മാർ ഓൾ ഇന്ത്യ ലെവൽ ഇന്ത്യയിലുടനീളം വേദാന്ത പദ്ധതിക്ക് രൂപമെടുക്കുകയും ആ വേദാന്ത പദ്ധതിയിലൂടെ ട്രാൻസെൻഡലായിട്ടും കൾച്ചറലായിട്ടും അല്ലെങ്കിൽ മറ്റ് എല്ലാ ഇടപാടുകളിലായിട്ടും ഇന്ത്യയിലെ ജനങ്ങളെ ശക്തമായ ബ്രാഹ്മണിക് മേധാവിത്വത്തിന് അടിമകളാക്കുകയും അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ജനതയുടെ എനർജി നശിപ്പിക്കുകയും വീര്യം നശിപ്പിക്കുകയും അങ്ങനെ ഇന്ത്യയുടെ നട്ടൽ എന്ന് പറയുന്ന ശക്തി നശിപ്പിച്ചു കളയുകയും അതുവഴി ഇന്ത്യയിൽ നിന്ന് ബുദ്ധമതത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിലേക്ക് ഉള്ളൊരു മൂവ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഈ ബ്രാഹ്മണിക് വേദാന്ത ശങ്കരമതങ്ങളെ നമുക്ക് കാണാൻ. നമുക്ക് മഹാഭാരതത്തിലെ ഒരു ഉദാഹരണം എടുക്കാം. ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരുടെ ആയോധന പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പൂർണ്ണതയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന അർജുനനോട് പറയുകയുണ്ടായി, അർജുന, നീ ഇപ്പോൾ വിൽ കുലച്ചു നിൽക്കുകയാണല്ലോ, നിന്റെ അസ്ത്രം നീ കുലച്ചു നിൽക്കുകയാണല്ലോ, നീ നിന്റെ ലക്ഷ്യത്തിലേക്ക്
നിന്റെ അസ്ത്രം അയക്കുന്ന ലക്ഷ്യത്തിൽ നീ എന്താണ് കാണുന്നത്? ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കുന്ന ആ വൃക്ഷത്തിന്റെ ശിഖരവും അതിലിരിക്കുന്ന തട്ടകത്തിലുള്ള പക്ഷിയെയും ഞാൻ കാണുന്നുണ്ട്, വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ദ്രോണാചാര്യ പറഞ്ഞു, അത് പോരല്ലോ, നീ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കൂ. അപ്പൊ അർജുനൻ ഒന്നുകൂടെ വളരെ ഏകാഗ്ര മനസ്സോടും ഇന്ദ്രിയങ്ങളോടുകൂടി സൂക്ഷിച്ചു നോക്കി. അപ്പോൾ എന്നിട്ട് അർജുനൻ പറഞ്ഞു, ഞാൻ ആ തട്ടകത്തിലിരിക്കുന്ന പക്ഷിയെ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഗുരുവേ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ദ്രോണാചാര്യ പറഞ്ഞു, അത് മാത്രം പോരല്ലോ അർജുന, കുറച്ചുകൂടി ഏകാഗ്രമായിട്ട്, കുറച്ചുകൂടി വ്യക്തമായിട്ട്, കുറെ സൂക്ഷ്മമായിട്ട്, കുറെ കോൺസെൻട്രേഷനോടി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടി ആ ലക്ഷ്യത്തിലേക്ക് മാത്രം സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അസ്ത്രം തൊടുത്തു നിന്നു. അപ്പൊ ദ്രോണാചാര്യ പറഞ്ഞു, നീ എന്താണ് കാണുന്നത്? അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാനിപ്പോൾ ആ പക്ഷിയുടെ കണ്ണുകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഉപമ അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആര്യ ദൈവങ്ങൾ എന്താണ് ഇന്ത്യയിൽ കാണുന്നത്? സൊറാസ്ട്രിയൻ ദൈവങ്ങൾ എന്താണ് ഇന്ത്യയിൽ കാണുന്നത്? ആര്യ ദൈവങ്ങൾ കാഴ്ചപ്രകാരം അവർ കാണുന്നത് ആര്യന്മാരെ 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്ന് കുടിയേറി പാർത്ത് ജീവിച്ചു പോരുന്നാണ് കാണുന്നത്. അവർ വന്ന് ഏകദേശം 3300 വർഷങ്ങൾക്ക് ശേഷം ക്രമേണ ഇന്ത്യയിൽ ചാതുർവർണ്ണം പടർന്നു പിടിക്കുന്നു. സൊറാസ്ട്രിയൻ ദൈവങ്ങൾ എന്താണ് കാണുന്നത്? സൊറാസ്ട്രിയന്മാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ബ്രാഹ്മണപക്ഷത്തിനും ബ്രാഹ്മണർക്കും ജീവിക്കുന്നതിന് വേണ്ടി വേദാന്ത മതത്തെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വേദാന്ത മതത്തെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേദാന്തവും ബ്രാഹ്മണിസവും വേണ്ട രീതിയിൽ ലയിച്ചു ചേർന്ന് ഒരു ബൃഹത്തായ ബ്രാഹ്മണിക് പദ്ധതി, ചാതുർവർണ്ണത്തിന്റെ പദ്ധതി ഇന്ത്യയിൽ ഉടനീളം വർക്കൗട്ട് ചെയ്യും. ഇത് രണ്ടും വളരെ ഭംഗിയായിട്ട് വേദാന്തത്തിൽ ലയിച്ചിരിക്കുന്ന ദൈവങ്ങൾ കാണുന്നതായിട്ട് നമ്മൾ ഈ വേദാന്ത ദൈവങ്ങളാണ്, അതായത് വേദാന്തത്തിൽ ലയിച്ചിരിക്കുന്ന ദൈവങ്ങളാണ്. അതായത് ഉപനിഷത്തിലും ഗീതയിലും ബ്രഹ്മസൂത്രത്തിലും മറ്റ് ശങ്കര വേദാന്ത ഭാഷ്യ പദ്ധതികളെല്ലാം ലയിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് ഇത് കാണുന്നത്. അത് വിരാട് പുരുഷനും മഹാബ്രാഹ്മണനുമായ ദൈവമായിരിക്കുന്ന ഈശ്വരൻ, അതുപോലെ സ്വരാഷ്ട്രീയൻ ദൈവമായിരിക്കുന്ന ആഹൂരമസ്ത അഥവാ പരമേശ്വരൻ, ഈ ദൈവങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ചാതുർവർണ്ണം. മഹാഭാരതത്തിലെ അർജുനന്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ദൈവങ്ങൾ, ഈ വേദാന്ത പദ്ധതിയിലെ ദൈവങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിലുടനീളം ചാതുർണ്യം ചലിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സ്കോർപ്പിയൻ എങ്ങനെയാണോ ഇന്ത്യയിലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും നീങ്ങുന്നത്, അതുപോലെ 4 കാലിൽ ചാതുർവർണ്ണ്യം പതുക്കെ ഇന്ത്യയിലുടനീളം ചലിച്ചു നീങ്ങുന്നതായിട്ടാണ് ഈ ദൈവങ്ങൾ കാണുന്നത്. അവർ വീണ്ടും സൂക്ഷിച്ചു നോക്കി, ശ്രദ്ധയോടെയും ഏകാഗ്രതയോടും നോക്കി. അപ്പോൾ ആ ചാതുർവർണ്ണത്തിന്റെ തലപ്പത്ത്, ആ ചാതുർവർണ്ണത്തിൽ അങ്ങും ഇങ്ങുമായിട്ട് ബ്രാഹ്മണനെ മാത്രമേ കാണുന്നു. അങ്ങനെ ഈ ദൈവങ്ങൾ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെ വ്യക്തമായി കാണാൻ സാധിച്ച ആ കാര്യങ്ങളിൽ ഇവർ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. എല്ലായിടത്തും ബ്രാഹ്മണനാണ്. വേദാന്തത്തിൽ ബ്രാഹ്മണൻ, പ്രഭാഷണങ്ങളിൽ ബ്രാഹ്മണൻ, ജീവിതത്തിൽ ബ്രാഹ്മണൻ, ആധ്യാത്മിക മണ്ഡലങ്ങളിൽ ബ്രാഹ്മണൻ, അധികാരങ്ങളിൽ ബ്രാഹ്മണൻ, മോക്ഷകവാടത്തിലും ബ്രാഹ്മണൻ, എല്ലായിടത്തും ബ്രാഹ്മണൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കോർപ്പിയൻ ആയിരിക്കുന്ന ബ്രാഹ്മണിക് ചാതുർവർണ്ണ പദ്ധതി മാത്രമേ ഈ ദൈവങ്ങൾ കാണുന്നുള്ളൂ. എവിടെ? ഇന്ത്യ. ഒന്നുകൂടെ വളരെ ഏകാഗ്രതയോടി, ശ്രദ്ധയോട്, സന്തുഷ്ടിയോടുകൂടി ഈ ദൈവങ്ങൾ സൂക്ഷിച്ച് ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് അവർ നോക്കി. ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത്, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ, മതപരമായ ചരിത്രത്തിൽ അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ മനുഷ്യരാരെയും കാണുന്നില്ല, അവിടെ സമൂഹത്തെ കാണുന്നില്ല, ആ രാജ്യത്തെ കാണുന്നില്ല, ആ ഭൂമിയെ പോലും കാണുന്നില്ല. ഒന്നിനെ മാത്രമേ കാണുന്നുള്ളൂ, അത് ബ്രാഹ്മണൻ മാത്രമാണ് കാണുന്നത്. ബ്രാഹ്മണൻ മാത്രം, ബ്രാഹ്മണൻ മാത്രമേ ഈ ദൈവം കാണൂ. അങ്ങനെ ബ്രാഹ്മണ മതവും ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയും 3000 വർഷങ്ങളായിട്ട് ഇന്ത്യയിലുടനീളം പടർന്നു പന്തലിക്കുകയും ഇന്ത്യയുടെ വ്യക്തിയെയും സമൂഹത്തെയും കുടുംബത്തെയും രാജ്യത്തെയും തകർത്ത് തരിപ്പണമാക്കി, അവൻ്റെ എനർജിയെയും അവൻ്റെ യുക്തിബോധത്തെയും അവൻ്റെ കരുത്തിനെയും അവൻ നട്ടലിനെയും എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ 1500 വർഷക്കാലത്തോളം അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തു പോരുകയാണ്. ഏകദേശം ബൗദ്ധ മൗര്യൻ പീരീഡിന് ശേഷം ഏകദേശം 2000 വർഷക്കാലത്തോളം ഇന്ത്യൻ ചരിത്രത്തിൽ ഈ കാലഘട്ടം
ഇന്ത്യയുടെ അന്ധകാര യുഗം എന്നാണ് അറിയപ്പെടുന്നത്. ഈ അന്ധകാര യുഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന വേദാന്ത ബ്രാഹ്മണിക് പദ്ധതികളാണ്. ഈ കാലഘട്ടത്തിൽ, ഈ അന്ധകാരത്തിൽ നമുക്ക് മനുഷ്യനെ കാണാൻ സാധിക്കുന്നതല്ല. മനുഷ്യനെ കാണാൻ പറ്റില്ല, അവൻ്റെ യുക്തിയെ കാണാൻ പറ്റില്ല, അവൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് സമൂഹത്തിനകത്ത് യാതൊരു പുരോഗതിയോ ഡെവലപ്മെൻറ്റോ കാണാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ സയൻസ് ആൻഡ് ടെക്നോളജി പുരോഗമിച്ചില്ല. അതുപോലെ മാനുഷികമായ ഹ്യൂമൻ റിസോഴ്സ് കംപ്ലീറ്റ് നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനാൽ ഇന്ത്യ ദീർഘകാലമായി അന്ധകാരത്തിൽ ലയിച്ചു കിടക്കുന്നതായിട്ടാണ് നമ്മൾ ഒരു ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഓസ്ട്രിയൻ സൈക്കോളജിസ്റ്റായിരിക്കുന്ന സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു അഭിപ്രായത്തിൽ മനുഷ്യരിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് ഒന്ന് ക്രൈം ഇൻസ്റ്റിങ്റ്റും മറ്റൊന്ന് സെക്സ് ഇൻസ്റ്റിങ്റ്റുമാണ്. ഈ ക്രൈം ഇൻസ്റ്റിങ്റ്റും സെക്സ് ഇൻസ്റ്റിങ്റ്റും ബേസിക് ആണ്, അത് ബയോളജിക്കലാണ്, അത് സൈക്കോളജിക്കലാണ്, അത് ഇമോഷണലാണ്. ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, വേണ്ട രീതിയിൽ റൂൾസ്, കണ്ടീഷൻ, റെഗുലേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സിവിലൈസ്ഡ് ഫോഴ്സ് അനുസരിച്ച് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ രണ്ട് ശക്തികൾ, ഈ ക്രൈം ഇൻസ്റ്റിങ്റ്റും സെക്സ് ഇൻസ്റ്റിങ്റ്റും സമൂഹത്തെ കംപ്ലീറ്റ് നശിപ്പിച്ചു കളയുന്നതാണ് എന്നുള്ളതാണ് ഫ്രോയിഡ് മനുഷ്യചരിത്രത്തെ അവലോകനം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്രൈം ഇൻസ്റ്റിങ്റ്റും നിയന്ത്രണമില്ലാതെ, അതിരുകളില്ലാതെ, ഓർഡറുകളില്ലാതെ പ്രവർത്തിച്ച് സമൂഹത്തെ കംപ്ലീറ്റ് ബാർബേറിയസ് ആക്കി മാറ്റിയിരിക്കുന്ന, അൺസിവിലൈസ്ഡ് ആയിട്ട് മാറ്റുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ ആര്യ ബ്രാഹ്മണിക് വേദാന്ത കാലഘട്ടത്ത് നമ്മൾ കാണുന്നത്. അങ്ങനെ 2000 വർഷക്കാലമായിട്ട് ഇന്ത്യൻ ചരിത്രത്തിലുടനീളം ഈ ചാതുർവർണ്ണത്തിൻ്റെയും അല്ലെങ്കിൽ വേദാന്ത മതത്തിൻ്റെയും ഈ ജാതി വ്യവസ്ഥയുടെയും മൊത്തത്തിൽ ബ്രാഹ്മണിക് മതങ്ങളുടെ കടന്നുകയറ്റവും ഇന്ത്യൻ സൊസൈറ്റിയെ മൊത്തമായിട്ട് ഒരു അൺസിവിലൈസ്ഡ് ഒരു ബാർബേറിക് ഫോഴ്സായിട്ട് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ജനതയുടെ അവരുടെ അഖണ്ഡതയും അതിൻ്റെ ഹാർമണിയും നശിച്ചു പോവുകയും അവരുടെ ഹ്യൂമാനിറ്റിയും അവരുടെ ഹ്യൂമൻ റിസോഴ്സുകളെല്ലാം നശിച്ചു പോവുകയും അവർക്ക് റെസിസ്റ്റ് ചെയ്യുന്നതിനുള്ള, അവർക്ക് ചിന്തിക്കുന്നതിനുള്ള പവറെല്ലാം നശിച്ചു പോവുകയും ചെയ്തതിനാൽ അങ്ങനെ ജനങ്ങളെല്ലാം അവൻ്റെ എല്ലാ രീതിയിലുള്ള സോഴ്സുകൾ നഷ്ടപ്പെട്ട് വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കടന്ന് പോന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 2000 വർഷക്കാലമായിട്ട് ഇന്ത്യ ചരിത്രത്തിലുടനീളം നമ്മൾ സംസാരിച്ചിരിക്കുന്ന ആൻറ്റി സോഷ്യൽ ഫോഴ്സുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യൻ ജനതയുടെ ഒരു കപ്പാസിറ്റി, അവരുടെ ഹ്യൂമൻ റിസോഴ്സ് കപ്പാസിറ്റി മുഴുവൻ നശിക്കുകയും അങ്ങനെ ഇന്ത്യൻ ജനത വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള, റെസിസ്റ്റൻസ് മുഴുവൻ നഷ്ടപ്പെട്ട ഒരു ജനതയായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാം. അങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് റെസിസ്റ്റൻസ് നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ ഇന്ത്യയിലേക്കാണ് വിദേശികളുടെ തുടർച്ചയായിട്ടുള്ള കടന്നാക്രമണവും കുത്തൊഴുക്കും ഉണ്ടായത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാർ നമ്മളെ ഉപദ്രവിച്ചു, ചൂഷണം ചെയ്തു, കീഴടക്കി. മംഗോളിയൻസ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ വന്ന് ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. പിന്നീട് ഇസ്ലാമികൾ, അറബികളും പേർഷ്യക്കാരും വന്ന് ഇന്ത്യ കീഴടക്കിയ 1300 വർഷക്കാലം, മധ്യകാലം, ഇന്ത്യൻ ചരിത്രം മധ്യകാലം അത്രയും അവരുടെ കീഴിലായി ഇന്ത്യ ദുരിതമനുഭവിച്ചു. അതിൽ പിന്നീട് മോഡേൺ കാലഘട്ടത്ത് ഇതേ ആൻറ്റി സോഷ്യൽ ഫോഴ്സിൻ്റെ വർക്ക് കാരണം ഇന്ത്യയുടെ ശക്തിയും നശിക്കുകയും ഇന്ത്യയുടെ അഖണ്ഡതയും ഇൻ്റഗ്രിറ്റിയും സോളിഡാരിറ്റിയും ഒക്കെ നശിക്കുകയും ഇന്ത്യൻ ജനതയ്ക്ക് ഹാർമണി ഇല്ലാതെയും വരുന്നുണ്ട്. വീണ്ടും അതിൻ്റെ റെസിസ്റ്റൻസും അതിൻ്റെ പവറും നശിച്ചു പോയതുകൊണ്ട് വീണ്ടും മോഡേൺ കാലഘട്ടത്ത് ഇന്ത്യ വീണ്ടും ആക്രമണത്തിനും ചൂഷണത്തിനും വിധേയമായി. അങ്ങനെയാണ് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ വരികയും അങ്ങനെ ഈ അടുത്ത കാലം വരെ ഇന്ത്യയിലെ സമൂലമായിട്ട് ചൂഷണത്തിന് വിധേയമാക്കുകയും ഇന്ത്യയുടെ സ്രോതസ്സുകളെല്ലാം അടിച്ചു മാറ്റുകയും അങ്ങനെ ഇന്ത്യയെ പപ്പരായ ഒരവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3000 വർഷക്കാലമായിട്ട് ഇന്ത്യയെ കടന്നാക്രമിച്ച് ഇന്ത്യയിലെ സമൂലം നശിപ്പിച്ചിരിക്കുന്നു ആര്യബ്രാഹ്മണ ട്രഡീഷൻ്റെയും സൊറാസ്ട്രിയൻ വേദാന്തത്തിൻ്റെയും മിക്സായി രൂപപ്പെട്ടിരിക്കുന്ന ചാതുർവർണ്ണത്തിൻ്റെ അതിഭീകരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും.